ഫേസിലാണ്ട് ഇതേ കണക്കും നല്ലോണം പിമ്പിൾസ് വരുന്നുണ്ടോ. അങ്ങനെ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നായിരുന്നു. അന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയൊരു പാക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നിട്ട് നമുക്ക് പിമ്പിൾസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. അത് ബോയ്സിനും ഗേൾസിനും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണും. എൻ്റെ നെറ്റിയുടെ ഈ ഭാഗത്ത് 3 ഡാർക്ക് സ്പോട്ട്സും പിന്നെ മൂക്കിൻ്റെ ഒരു ഭാഗത്തും പിന്നെ ചീക്സിലും ഉണ്ടായിരുന്നു നല്ല പിമ്പിൾസ് വന്നായിരുന്നു. ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എനിക്ക് 8ന്റെ പണി കിട്ടിയതാണ് കേട്ടോ. ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അങ്ങനെ തന്ന സമയത്ത് നല്ല പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞിട്ട്, കാരണം പെട്ടെന്ന് മാറ്റിയെടുക്കും വേണം. അപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞു നിന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയൊരു പാക്കാണ്. അടിപൊളി റിസൾട്ട്. നല്ലോണം ആ ചീക്സിൽ വന്ന പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. പിന്നെ ഇനി പോകാനുള്ളത് ഈ നെറ്റിയിലെ ഈ 3 ഡാർക്ക് സ്പോട്ട്സ് ആണ്. അത് നല്ല പിമ്പിൾസ് വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് പോകാൻ ഇത്രയും ലേറ്റ് ആകുന്നത്. എന്നാലും 1 വീക്ക് കൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇപ്പം എന്താ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ എല്ലാ വീട്ടിലും പറയുന്നതിൻ്റെ കൂട്ടന്നെ ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. മാക്സിമം നിങ്ങൾ കടലമാവ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. പിമ്പിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് കടലമാവ് ഭയങ്കര നല്ലൊരു ഐറ്റമാണ്. പിന്നെ നമുക്ക് അടുത്ത മെയിനായിട്ട് വരുന്നത് മഞ്ചിഷ്ടപ്പൊടിയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ചിഷ്ടപ്പൊടിയുടെ വെച്ചിട്ട്. അന്ന് ഞാൻ ഇതിൽ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ചിഷ്ടയുടെ അത് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇതേ കണക്ക് ഓരോ ബ്രാൻഡ്സിൻ്റെയും അല്ലെങ്കിൽ അങ്ങാടിക്കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇതേ കണക്ക് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ഉണ്ട കെട്ടി കിടക്കുവാണെങ്കിൽ അതൊന്ന് പോകുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി എടുക്കാം. അതിനനുസരിച്ച് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും വലിയ സീനൊന്നുമില്ല. ഞാൻ അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ. കാരണം മഞ്ഞയുടെ ഒരു കളർ എടുത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം. അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടെങ്കിൽ സ്കിപ്പും ചെയ്യാം, നിർബന്ധമില്ല. പക്ഷേ ഇച്ചിരി ഒന്ന് ആഡ് ചെയ്താൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പാക്കിലോട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു സ്പൂണില്ലേ ആ ഒരു അളവിൽ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കുന്ന സമയത്ത് ആ ഉണ്ട കെട്ടിക്കിടക്കുന്നതൊക്കെ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. കാരണം തേനാകുമ്പം ഇതിപ്പോൾ ഇളക്കുമ്പോൾ നേരെ ഇളക്കിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാക്കിൽ കുറച്ച് ഭാഗത്ത് തേനും മഞ്ഞപ്പൊടിയും എല്ലാം മിക്സ് ആകും, അല്ലെങ്കിൽ വേറെ കുറച്ച് ഭാഗത്ത് മിക്സ് ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലോണം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പാക്കാണ്ട് ഇതുപോലെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കത് ഡെയിലിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അല്ലാണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം അങ്ങനത്തെ ഒന്നും ചെയ്യാൻ നിൽക്കല്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളത് റെഡിയാക്കി എടുക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പം മഞ്ചിഷ്ടയും നമ്മുടെ കടലമാവും മഞ്ഞപ്പൊടിയും കൂടെ കുറച്ചിങ്ങനെ മിക്സ് ആക്കി വെക്കാം. എന്നിട്ട് തൈര് ആട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹണി ആട്ടോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടറോടെ മിക്സ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാൻ കേട്ടോ. അതായത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നിൽക്കല്ലേ. ഞാൻ അതിന് ശേഷം ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് ഫേസ് കംപ്ലീറ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഫേസിൽ വരുന്ന പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിപ്പം എല്ലാ ദിവസവും ചെയ്താൽ നമുക്ക് അത്രയും ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി അതല്ല വീക്ക്ലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യാം. ഇത് ഫേസിലെ പിമ്പിൾസ് പോകുന്നത് മാത്രമല്ല നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കി വെക്കാനും ഭയങ്കര സപ്പിളാക്കി വെക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഈ ഒരു പാക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല പിമ്പിൾസൊക്കെ വന്നായിരുന്നു. ഞാൻ 1 വീക്ക് കൊണ്ട് എങ്ങനെയും ഒരു പിമ്പിൾസ് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൽ അപ്ലൈ ചെയ്യും, കയ്യിൽ അപ്ലൈ ചെയ്യും, കൈമുട്ടിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കറക്റ്റ് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം ഇതേ കണക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ട് ഫേസ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഹണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഫേസ് ഭയങ്കര ഡ്രൈ ഒന്നും ആയിട്ടില്ലല്ലോ, ഡയറക്റ്റ് അങ്ങ് വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊട്ടും നല്ലതല്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഭയങ്കര പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ കണക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് കുതിർത്ത് കൊടുത്തൊന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുമ്പം ഫേസിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ഒന്നും ആവാതിരിക്കാനും ഫേസിലുള്ള പാക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പം മഞ്ചിഷ്ട എന്ന് പറയുന്നത് നമ്മുടെ പിമ്പിൾസിനെ പോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളി ഐറ്റമാണ്. പിമ്പിൾസ് പോകാനും നമുക്ക് അതും ഡാർക്ക് സ്പോട്ട്സൊക്കെ പോകാനും അത് 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ കണ്ടിന്യൂസ് ഞാൻ ഈ പറഞ്ഞ തൊട്ട് ഈ പാക്ക് ഇതേ കണക്കൊന്ന് അപ്ലൈ ചെയ്താൽ 1 വീക്കും കൊണ്ട് തന്നെ പിമ്പിൾസ് നല്ലോണം പോവുകയും ചെയ്യും. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ഇത്രയും എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. റിമൂവ്
ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടും. ഇനിയിപ്പോൾ തലേന്ന് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മഞ്ചിഷ്ട നമ്മൾ വീട്ടിൽ പൊടിക്കുവാണെങ്കിൽ ഭയങ്കര തരിതരിപ്പോടെ പൊടിക്കാൻ നോക്കല്ല, നല്ല പൗഡർ ഫോമിൽ പൊടിക്കണം. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. നല്ല പൗഡർ ഫോമിൽ കിട്ടിക്കഴിയുമ്പം കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പാക്ക് എന്നും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നും തരിതരിപ്പുള്ള സാധനം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനൊട്ടും നല്ലതല്ല. അപ്പോൾ നല്ലോണം പൗഡർ ഫോമിലാകുമ്പോൾ ജസ്റ്റ് ലൈക്ക് ഒരു പാക്കിൻ്റെ കൂട്ടായിട്ട് നമുക്കത് റിമൂവ് ചെയ്യുമ്പം അത് നമ്മുടെ സ്കിന്നിന് പ്രശ്നവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഞാൻ ഫുള്ള് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ റിസൾട്ട് വന്നിട്ട്. നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും കിട്ടും. നമ്മുടെ ആ ഡാർക്ക് സ്പോട്ട്സ് നല്ലോണം ഫെയ്ഡ് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് നമുക്ക് എന്തെങ്കിലും ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒപ്പിക്കൊടുക്കാം. നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. മോയ്സ്ചറൈസർ മസ്റ്റാണ്. ഫേസിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഇതേ കണക്ക് ഇട്ടതിന് ശേഷം അതിട്ടിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് പോവാതെ അതിന് പകരം ഇതേ കണക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി തുപ്പിൽ വയ്ക്കുന്നതാണ്. നോൺ സ്റ്റിക്കി മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. അടിപൊളി ഐറ്റമാണ്. എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ അങ്ങനത്തെ മീഷോ ഇല്ലല്ലോ, ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നമുക്ക് പർപ്പിൾ എല്ലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. സോ അപ്പോൾ എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഫേസ് കംപ്ലീറ്റ് നമുക്ക് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്ര എളുപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു പാക്ക് വന്നിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ. ബൈ.